ഇപ്പോൾ ഒരു സാധാരണ ഇൻവെർട്ടർ ഭാവിയിൽ ഒരു സോളാർ ഇൻവെർട്ടറായി കൺവേർട്ടും ചെയ്യാം. ഇത്തരം ഇൻവെർട്ടറും ബാറ്ററി നമുക്ക് പരിചയപ്പെട്ടാലോ? 2500 വാട്ട്സ് കപ്പാസിറ്റി ഉള്ള ഈ ഇൻവെർട്ടറിൽ ഫ്രിഡ്ജ്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, അതുപോലെ കെറ്റിൽസ്, അയൺ ബോട്ട്സ്, കൂടാതെ ഇൻഡക്ഷൻ കുക്കറും വീട്ടിലെ മറ്റ് ലൈറ്റ് ലോഡുകളും ഈസി ആയിട്ട് ഉപയോഗിക്കാം. പ്യുവർ കോപ്പർ ട്രാൻസ്ഫോമറോട് കൂടിയ ഈ ഇൻവെർട്ടറിൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് പുറമെ ലിഥിയം ബാറ്ററികളും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എക്സൈഡിന്റെ 150 AH കപ്പാസിറ്റി ഉള്ള 2 C10 ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടിയ ഈ ഫ്രണ്ട് പാനൽ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻവെർട്ടറിന്റെ വർക്കിങ്ങുകൾ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്നു. ഭാവിയിൽ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി MPPTയും സോളാർ പാനലും മാത്രമേ ഇതിനായി ആവശ്യം വരുന്നുള്ളൂ. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം 8 യൂണിറ്റ് വരെ വൈദ്യുതി ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പകൽ സമയത്തും രാത്രിയിലും KSEBയുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ച് വൈദ്യുതി ബിൽ ലാഭിക്കാവുന്നതാണ്. പൊതുവെ ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകൾക്കാണ് ഈ ഒരു സോളാർ സിസ്റ്റം നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ നിങ്ങളുടെ കറണ്ട് ബിൽ മെയിനായും ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വൈദ്യുതി ലാഭം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത ഒരു കസ്റ്റമർ ആണെങ്കിൽ പകൽ സമയങ്ങളിൽ ഈ ബാറ്ററിയിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വൈകുന്നേര സമയങ്ങളിൽ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിച്ച് TOD റീഡിംഗിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. ഇതുപോലെ ഒന്നിലധികം ബാറ്ററികളുള്ള ഇൻവെർട്ടർ വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സും ഭാവിയിൽ സോളാർ ആക്കാൻ സാധിക്കുന്ന ഇത്തരം ഇൻവെർട്ടറുകൾ വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വൈദ്യുതി ബിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന സമയത്ത് ഇതുപോലെ ഓഫ് ഗ്രിഡ് സോളാർ ഇൻവെർട്ടറായി കൺവേർട്ട് ചെയ്ത് നമുക്ക് വൈദ്യുതി ബിൽ ലാഭിക്കാവുന്നതാണ്. നിലവിൽ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനായാലും പുതുതായിട്ട് ഇൻവെർട്ടർ എടുക്കുന്ന കസ്റ്റമേഴ്സിനായാലും ഈ സിസ്റ്റം സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.